ടെക്നോയുടെ ടെക്നോ പോവ 6 നിയോ 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 14,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ പോവ 6 നിയോ 5G എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. അപ്പം ആദ്യം നമ്മൾ ഡിസ്പ്ലേഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.6 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. ഇതിൽ ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല, അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിൽ നമ്മൾ മിനിമം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫുൾ HD റെസൊല്യൂഷൻ എന്നുള്ള കാര്യം. അത് ഇവിടെ മിസ്സിംഗ് ആണ്. അപ്പം അത് ശരിക്കും ഡിസപ്പോയിന്റിംഗ് ആയി എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ ഇല്ലാത്തത് വലിയൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും HD റെസൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് തന്നെ പറയേണ്ടി വരും. ഇപ്പം നമ്മളൊരു കമ്പാരിസൺ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമിയുടെ നാർസോ 75 എന്ന സ്മാർട്ട് ഫോണൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിലോട്ട് വരുമ്പോൾ നമുക്ക് ഫുൾ HD റെസൊല്യൂഷനും AMOLED ഡിസ്പ്ലേയും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പം HD റെസൊല്യൂഷനിൽ വരുന്ന LCD ഡിസ്പ്ലേ കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയി എന്ന് പറയേണ്ടി വരും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പ്രത്യേകിച്ച് HD റെസൊല്യൂഷൻ എന്നുള്ള കാര്യം LCD ഡിസ്പ്ലേ എന്നുള്ളത് അത്ര വലിയൊരു നെഗറ്റീവായിട്ട് ഞാൻ പറയില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ പഞ്ചോൾ ഡിസൈൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻട്രൽ ഭാഗത്തായിട്ടാണ്. ഡിസ്പ്ലേയിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡൈനാമിക് പോർട്ട് എന്നുള്ള ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് iPhone 15 സീരീസിലേതും 16 സീരീസിലേതൊക്കെ പോലെ ആയിരിക്കും നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഡിസപ്പോയിന്റിംഗ് ആയി എന്ന് തന്നെ പറയേണ്ടി വരും. മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൽ HD റെസൊല്യൂഷൻ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 192.3 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 7.8 mm ആണ്. IP54 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിന്റെ ഔറോറ ക്ലൗഡ്, അസ്യൂർ സ്കൈ, അതുപോലെ തന്നെ മിഡ് നൈറ്റ് ഷാഡോ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 6300 എന്ന പ്രോസസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ തരക്കേടില്ലാത്ത ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസറാണ് എന്ന് പറയാവുന്നതാണ്. പക്ഷെ ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 അതുപോലെ തന്നെ MediaTek Dimensity 7050 എന്നീ പ്രോസസറുകളൊക്കെ വരുന്നുണ്ട്. ആ ഒരു പ്രോസസറുകളൊക്കെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസറുകളാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസറാണ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ആവറേജ് പ്രോസസർ എന്ന് പറയാവുന്നതാണ്. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ഗെയിമിംഗും പെർഫോമൻസും ഒക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7050 അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 6 Gen 1 ഇതുപോലുള്ള പ്രോസസറുകളുമായിട്ട് വരുന്ന ഫോണുകൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റിയൽമി നാർസോ 75G അതുപോലെ തന്നെ വിവോയുടെ T3 X5G, ഐക്യു Z9 X5G ഇതുപോലുള്ള ഫോണുകളിലൊക്കെ ഇതുപോലുള്ള പ്രോസസറുകളാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബേസ് വേരിയന്റിൽ 6GB റാമും 128GB ഇന്റേണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xന്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ വരുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ NFC-യുടെ സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. പൊതുവേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ NFC-യുടെ സപ്പോർട്ട് കാണാറില്ല, പക്ഷേ ഈ ഫോണിൽ വരുന്നുണ്ട്. അപ്പം അത് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള iOS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു ഫോണിൽ പല AI ഫീച്ചേഴ്സും വരുന്നുണ്ട്. AI മാജിക് ഇറേസർ, AI കട്ടൗട്ട്, AI വാൾപേപ്പർ, ആസ്ക് AI, അതുപോലെ തന്നെ AI പോർട്രേറ്റ്, ഇതുപോലെ പല AI ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 108 മെഗാ പിക്സലിന്റെ f1.89 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. രണ്ടാമത് ഒരു AI ലെൻസും കൊടുത്തിട്ടുണ്ട്. അപ്പം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല, എന്നാലും അത് വലിയൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഓൺ പേപ്പർ തിരക്കില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു ചാർജിങ് സ്പീഡാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ആവറേജ് ആയിട്ടുള്ള തിരക്കില്ലാത്തൊരു ചാർജിങ് സ്പീഡ് എന്നൊക്കെ പറയാവുന്നതാണ്. ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡും വരുന്നുണ്ട്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ബാറ്ററി സെറ്റപ്പ് ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ, അത്ര മികച്ചത് എന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ചാർജിംഗ് സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6GB റാം വെർഷന്റെ വില വരുന്നത് 13,999 രൂപയാണ്. 8GB റാം വെർഷന്റെ വില വരുന്നത് 14,999 രൂപയാണ്. പിന്നെ ചില ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ഇനീഷ്യലി ലഭിക്കുന്നതായിരിക്കും. സെപ്റ്റംബർ 14 മുതലാണ്
ഈ ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അത്ര മികച്ചൊരു ഫോണാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് HD റെസൊല്യൂഷനെ ഇതിൽ വരുന്നുള്ളൂ. പിന്നെ ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറേ ഉള്ളൂ. ബാറ്ററി സെറ്റപ്പും ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. തിരക്കില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനും ഇതിൽ വരുന്നുണ്ട്. പിന്നെ NFC-യുടെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് പറയാവുന്നതാണ്. പക്ഷെ NFC ഇന്ത്യയിൽ അധികം അത്ര യൂസിലുള്ള ഒരു കാര്യമൊന്നുമില്ല. പക്ഷെ ബാക്കി ഫീച്ചേഴ്സ് നോക്കുമ്പോൾ അത്ര മികച്ചത് എന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇപ്പം Realme Narzo 70 5G പോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. അതിൽ ഫുൾ HD റെസൊല്യൂഷനും AMOLED ഡിസ്പ്ലേയും ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറും ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ iQOO Z9 X5G, Vivo T3 X5G ഇതുപോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. അതിലോട്ട് വരുമ്പോൾ ഫുൾ HD റെസൊല്യൂഷനും ബെറ്റർ ആയിട്ടുള്ള Snapdragon 6 Gen 1 എന്ന പ്രോസസ്സറും ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതുപോലുള്ള ഫോണുകളൊക്കെ നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ അത്ര മികച്ചൊരു ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് ടെക്നോയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫോണിലോട്ടൊക്കെ വന്നാൽ മതി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. വേറെയും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പം ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.